വയനാട് മാനന്തവാടിയിൽ നഗരത്തിലിറങ്ങിയ കാട്ടുകൊമ്പനെ തുരത്താനായില്ല. മണിക്കൂറുകളായി ആന ജനവാസ മേഖലയിൽ തുടരുകയാണ്. കർണാടകയിലെ ഹാസനിൽ നിന്ന് പിടികൂടി വനം വകുപ്പ് കാടുകയറ്റിയ ആനയാണ് മാനന്തവാടി ടൗണിലെത്തിയത്. കാട്ടാന ഇറങ്ങിയ സാഹചര്യത്തിൽ മാനന്തവാടിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ രേണു രാജു പറഞ്ഞു. നിലവിലിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ചതുപ്പുള്ള സ്ഥലത്ത് നിന്ന് ആന ഒരല്പം കുറച്ച് ഒരു സ്ഥലത്തേക്ക് മാറിയാലാണ് അതിനെ മയക്കുവെടി വെച്ച് പിടിക്കുന്ന നടപടി ചെയ്യാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ആന ഈ സമയത്ത് നിൽക്കുന്നിടത്ത് വെടിവെച്ചാൽ ചതുപ്പായതുകൊണ്ട് അത് ഓടുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല നാല് ചുറ്റിലും വഴികളും സ്ഥാപനങ്ങളും വീടുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് അത്ര സുരക്ഷിതമല്ല. അപ്പോൾ അവിടെ നിന്ന് ഒരല്പം വലത്തേക്ക് മാറിയിട്ട് മയക്കുവെടി വെച്ച് അതിനെ പിടിച്ച് തിരിച്ച് കർണാടക ഫോറസ്റ്റ് സൈഡിലേക്ക് വിടാനാണ് നിലവിൽ ഡിപ്പാർട്ട്മെന്റ് പ്ലാൻ ചെയ്തത്. ജനവാസ മേഖലയിൽ ഇറങ്ങി ആന അക്ഷരാർത്ഥത്തിൽ നഗരത്തെ വിറപ്പിച്ചു. ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പും പോലീസും ആവശ്യപ്പെട്ടു. സ്കൂളുകളിലെത്തിയ കുട്ടികൾ പുറത്തിറങ്ങരുതെന്നാണ് മുന്നറിയിപ്പ്. സമീപത്ത് വനമേഖലയില്ലാത്തത് ആനയെ കാടുകയറ്റുന്നതിനും തടസ്സമായി. വണ്ടി തന്നെ ഇവിടുന്ന് എത്രയോ ദൂരത്തിൽ ആന മുമ്പിലുണ്ടായിരുന്നു. അതിൻ്റെ വണ്ടിയുടെ വെളിച്ചം കണ്ടപ്പോൾ ആന ഒന്ന് തിരിഞ്ഞു. അപ്പം ഞാൻ റിവേഴ്സ് എടുത്തു. കാരണം ചുറ്റുഭാഗം അടുത്ത് ഫോറസ്റ്റ് ഇല്ല. ഒരു തലപ്പുഴ ഭാഗത്തേക്കാണ് ഫോറസ്റ്റ് ഉള്ളത്, പിന്നെ തിരുനെല്ലി ഭാഗം അങ്ങോട്ടാണ്. അപ്പോൾ ഇത് ടൗൺ ഏരിയയാണ്. എൻ്റെ ഏട്ടത്തെയും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സജീവൻ വ്യക്തിയും കൂടി പാല് മേടിക്കാൻ പോയി വരുമ്പോഴാണ് ആനയെ കാണുന്നത്. ഫ്രണ്ടിലെ ആനയോട് മുന്നിൽ പെട്ടു പോകുന്നത്. അതിനോട് മുന്നിൽ പെട്ട് അവർ നിലവിളിച്ച് അടുത്തുള്ള വീട്ടിലേക്ക് ഓടി. മനുഷ്യർ ഒരുപാട് വീടുകളും ഒരുപാട് സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ മഴക്കേട് വെച്ചിട്ട് കൊണ്ടുപോക്കേ നടക്കുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ രാത്രിയൊന്നും കൊണ്ടുപോക്ക് നടക്കൂല. ചുറ്റത്ത് മുഴുവൻ ടൗണാണ്. ഇതിനപ്പുറമൊക്കെ ടൗണായിട്ടാണ് വരുന്നത്. നമ്മുടെ രാവിലെ ഉണ്ടായിരുന്നത് പായോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ തോട്ടമുണ്ട് അവിടെ, വാഴത്തോട്ടിൽ ആന ഇറങ്ങി എന്നിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ വന്ന് ഒന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല. സുർജിത്ത് അയ്യപ്പത്തും സജോ ദേവസ്യയും വിവരങ്ങൾ നൽകും മാനന്തവാടിയിൽ നിന്നും. സുർജിത്ത്, ഇപ്പോൾ ഈ ആന ഏതു ഭാഗത്താണ്? നഗരത്തിൻ്റെ ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണോ? നേരത്തെ കളക്ടർ പറഞ്ഞു ജനവാസ മേഖലയിൽ നിന്നും മാറിയാൽ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നത്. ആ നിലയ്ക്ക് മയക്കുവെടി വെക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, ഇപ്പോൾ ഈ ആനയുള്ളത് മാനന്തവാടി നഗരത്തിൻ്റെ ഒത്ത നടുവിൽ തന്നെയാണ്. ഈ പ്രദേശം, അതായത് കോഴിക്കോട് കണ്ണൂർ റോഡാണ്. ഇപ്പുറം കോഴിക്കോട്ടേക്ക് കുറ്റ്യാടി ഭാഗത്തേക്കെല്ലാം പോകുന്ന റോഡാണ്. അതിന് ഒത്ത നടുവിൽ മെഡിക്കൽ കോളേജിൻ്റെ താഴെയായാണ് ഈ പ്രദേശമുള്ളത്. ഇവിടെയാണ് ഈ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു ചതുപ്പ് പോലത്തെ ഒരു പ്രദേശമുണ്ട്. അതായത് അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു മേഖലയാണിത്. ഇവിടെയാണ് ഈ ആന നിലയുറപ്പിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഒരു വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 7 മണിക്കൂറോളമായി ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഈ ആന സൃഷ്ടിക്കുന്നു. 7 മണിക്കൂറോളമായി ആനയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. വനം വകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ആ ഒരു ദൗത്യത്തിലേക്കാണ് വനം വകുപ്പ് പോകുന്നത് എന്നുള്ള കാര്യമാണ് നിലവിൽ വ്യക്തമാകുന്നത്. കാരണം അല്ലാതെ ഇവിടെ നിന്നും ഇതിനെ മാറ്റുക എന്നുള്ളത് പ്രായോഗികമായ ഒരു നടപടിയല്ല എന്നുള്ളത് തന്നെയാണ് പ്രതിസന്ധി. എന്തായാലും ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ള ദൗത്യത്തിലേക്ക് കടക്കാനുള്ള ആ ഒരു ശ്രമമാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയ ശേഷമാണ് അത്തരം നടപടികളിലേക്ക് ഇവർ കടക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് മയക്കുവെടി വെക്കാനുള്ള ആ ഒരു ദൗത്യത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ആനയെ കൃത്യമായ രീതിയിൽ തന്നെ കാണാൻ കഴിയും എന്നുള്ളതാണ്. കാരണം അത് വാഴത്തോട്ടത്തിലാണ് തമ്പടിച്ച് നിൽക്കുന്നത്. എന്തായാലും ആളുകൾ ചുറ്റുഭാഗത്തുമായി ആളുകൾ കൂടി നിൽക്കുന്നു. ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ആനയെ നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം ഒരു വാഴത്തോട്ടത്തിന് സമീപത്താണ് ഇപ്പോൾ നിലവിൽ ആന നിലയുറപ്പിച്ച് നിൽക്കുന്നത്. ഏതാണ്ട് ഇവിടെ എത്തിയ ശേഷം, അതായത് ഈ കൊല്ലിയിലേക്ക് എത്തിയ ശേഷം 2 മണിക്കൂറോളം ആന നിന്നു. അതിനുശേഷം അല്പനേരം, ഏതാണ്ട് ഒരു അരമണിക്കൂറോളം കിടന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും എഴുന്നേറ്റ് ഇവിടെ നിന്നും കയറാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ ഈ വാഴത്തോട്ടത്തിൽ ഇതിനെ കാണാൻ കഴിയുന്നത്. ധാരാളം ആളുകൾ ചുറ്റിലും തടിച്ച് കൂടിയിട്ടുണ്ട്. ഇവിടെ നിന്നും സുരക്ഷിതമായി ആനയെ മയക്കുവെടി വെച്ചല്ലാതെ മറ്റൊരു രീതിയിലും കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് ഈ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അത് തന്നെയാണ് പറയുന്നത്. ജില്ലാ കളക്ടർ പറഞ്ഞു മയക്കുവെടി വെച്ച ശേഷം ഇതിനെ പിടികൂടി നേരെ കർണാടകയുടെ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. തണ്ണീർ കൊമ്പൻ എന്നും പേരുള്ള ആനയാണ് ഇത് എന്നും ഹാസനിൽ കൃഷി വ്യാപകമായ രീതിയിൽ തന്നെ നശിപ്പിച്ച ആനയാണ് എന്നുള്ള തരത്തിലുള്ള
വിവരങ്ങളെല്ലാം തന്നെ ഇതിനകം പുറത്തു വന്നതാണ്. കഴിഞ്ഞ ജനുവരി മാസം 26-ാം തീയതി ആനയെ പിടികൂടിയ ശേഷം ഇതിനെ കാട്ടിലേക്ക് അയച്ചു. നാഗർഹോളെ വനമേഖലയിലേക്കാണ് അയച്ചത്. അവിടെ നിന്നുമാണ് ഈ ആന എടവക പഞ്ചായത്തിൻ്റെ പ്രദേശത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. എടവക പഞ്ചായത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം കാടില്ലാത്ത, വനമില്ലാത്ത ഒരു പഞ്ചായത്ത്, അപൂർവം പഞ്ചായത്തുകളിലൊന്നാണ് വയനാട്ടിലെ. പക്ഷേ അവിടേക്ക് ഈ ആന എങ്ങനെ എത്തി എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. അതിനുശേഷം ഇത് പുഴ കടന്നുകൊണ്ട് മാനന്തവാടി നഗരസഭാ പരിധിയിലേക്ക് പ്രവേശിച്ചു. മാനന്തവാടി നഗരസഭയുടെ കോടതി സമുച്ചയത്തിനകത്താണ് ഏതാനും സമയം അത് ഉണ്ടായിരുന്നത്. അതായത് 1 മണിക്കൂറോളം അവിടെ തമ്പടിച്ചിരുന്നു. അതിനുശേഷം പടക്കം പൊട്ടിച്ചും മറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ താഴേക്ക് എത്തിക്കുകയായിരുന്നു. താഴേക്ക് ഇപ്പോൾ ഉള്ളത് ഒരു സുരക്ഷിതമായ ഒരു മേഖലയാണ്. ആ മേഖലയിലാണ് ഈ ആനയുടെ സാന്നിധ്യം കാണാൻ കഴിയുന്നത്. അതായത് ഇതൊരു കൊല്ലി പ്രദേശമാണ്, കൃഷി നടത്തുന്ന, വാഴകൃഷിയെല്ലാം തന്നെ നടത്തുന്ന ഒരു പ്രദേശമാണ്. എന്നാൽ നഗരത്തിൻ്റെ ഒത്ത നടുക്കുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെയാണ് ഈ ആന ഇപ്പോഴും നിലയുറപ്പിക്കുന്നത്. ഏതാണ്ട് 7 മണിക്കൂറിലധികമായി ഈ ആനയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് പക്ഷേ മയക്കുവെടി ഉതിർക്കാനുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല. അതായത് ജില്ലാ ഭരണകൂടം ഇത് പറയുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഉത്തരവ് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിന്റെ മയക്കുവെടി വെക്കുന്നതിന്റെ ചുമതലയുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, വെറ്റിനറി ഡോക്ടർമാരൊക്കെ അവിടെയുണ്ട്. ഈ കുങ്കിയാനകളെയൊക്കെ അവിടെ എത്തിക്കണമല്ലോ. ഇതിനെ തിരികെ കാട്ടിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ കർണാടകയ്ക്ക് കൈമാറാനാണെങ്കിലും അതിന് കുങ്കിയാനകളുടെ ഒക്കെ സേവനം വേണ്ടിവരും. ആ നിലയ്ക്ക് എല്ലാം സജ്ജമാക്കിയിട്ടുണ്ടോ? എന്തായാലും ഇതിനെ മയക്കുവെടി വെക്കാതെ സമീപത്ത് അല്ലെങ്കിൽ വനമേഖല ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല, അത് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ ഇപ്പോൾ? വിജയകുമാർ, കുങ്കിയാനകളിൽ ഒന്നിനെ ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. അതായത് വിക്രം എന്നു പേരുള്ള കുങ്കിയാന എത്തിച്ചിട്ടുണ്ട്. ഇനി ഒരു കുങ്കിയാനയെ കൂടി എത്തിക്കേണ്ടതുണ്ട്. 2 കുങ്കിയാനകൾ ഉപയോഗിച്ചാകും ഈ ദൗത്യം നടപ്പാക്കുക എന്നുള്ളതാണ് വനം വകുപ്പിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. മുത്തങ്ങയിൽ നിന്നുമാണ് കുങ്കിയാനകളെ എത്തിക്കുന്നത്. 2 കുങ്കിയാനകളും എത്തിയ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവും ഇതിന് പിന്നാലെ ഇറങ്ങും. അതിനുശേഷം അതിനെ പിടികൂടുന്ന, മയക്കുവെടി ഉതിർത്ത് പിടികൂടി അത് നേരെ അതിനെ കൊണ്ടുപോയി അതിനുശേഷം കർണാടകയ്ക്ക് കൈമാറുന്ന നടപടിയിലേക്ക് കടക്കും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ വനംവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്നത്. അത്തരം നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആന ഇപ്പോഴും അത് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരം. പ്രത്യേകിച്ച് ഈ എടവക പഞ്ചായത്തിലെയും മാനന്തവാടിയിലെയും ജനവാസ മേഖലയിലേക്ക് ജനങ്ങൾ മാത്രമല്ല, ധാരാളം വ്യാപാര സമുച്ചയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എല്ലാം തന്നെ ഉള്ള മേഖലയാണ്. ഇവിടേക്ക് ഇറങ്ങിയെങ്കിൽ പോലും വലിയ അളവിലുള്ള ഒരു നാശം, പ്രത്യേകിച്ച് കൃഷിനാശമോ അല്ലെങ്കിൽ ആൾനാശമോ ആളുകൾക്ക് പരിക്കേൽക്കുന്നതോ അത്തരം സംഭവങ്ങളിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നിലവിലെ ആശ്വാസകരമായ വസ്തുത. ഒരുപക്ഷെ ഈ ഹാസനിൽ കൃഷിത്തോട്ടത്തിലെല്ലാം തന്നെ ഇറങ്ങി വലിയ അലോസരം സൃഷ്ടിച്ചിരുന്ന ഒരു കൊമ്പനാണിത്. ഇതിനെയാണ് മയക്കുവെടി വെച്ച് പിടികൂടി അതിനെ റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം നാഗർഹോളെ വനമേഖലയിലേക്ക് കൊണ്ടുവിടുന്നത്. എന്തായാലും ബ്രഹ്മഗിരി മലനിരകളുടെ അപ്പുറത്ത് അവിടെ നിന്നും അത് ഇവിടേക്ക് കടന്നു വന്നത് ഏത് വിധത്തിലാകാം എന്നുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെയുണ്ട്. നോർത്ത് DFO മാർട്ടിൻ ലോവൽ, അതോടൊപ്പം തന്നെ സൗത്ത് DFO ആയിട്ടുള്ള ഷജന കരീം എന്നിവർ ഇവിടെയുണ്ട്. ജില്ലാ കളക്ടർ ഇവിടേക്ക് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല RRT സംഘം രാവിലെ മുതൽ തന്നെ ഉണ്ട്. വെറ്റിനറി ഡോക്ടർമാർ, ഡോക്ടർ അജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവരുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നോർത്തേൺ CCF ദീപ അല്പസമയം മുമ്പ് തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഉന്നത വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെയുണ്ട്. തഹസിൽദാർ രാവിലെ മുതലുണ്ട്. ഇവരെല്ലാം തന്നെ ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ദൗത്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു അവസ്ഥയിൽ ഈ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇതിനകം തന്നെ അടച്ച് പൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല ആളുകളോട് പുറത്തിറങ്ങരുതെന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അത് തന്നെയാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഒന്ന്, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. സ്കൂളുകളിലേക്കൊക്കെ രാവിലെ കുട്ടികൾ പോയിരുന്നു. ആളുകളൊക്കെ അവരുടെ ജോലിക്ക്, ദൈനംദിന ആവശ്യങ്ങൾക്കായി പുറത്തേക്ക് പോയിരുന്നു. അപ്പോൾ അവരൊക്കെ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങി എന്ന് വേണം കരുതാനല്ലേ? കാരണം ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും ഔദ്യോഗികമായി പോലീസോ വനം വകുപ്പോ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചേ മൂവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അടച്ചു. യഥാർത്ഥത്തിൽ മുൾമുനയിലായിട്ടുണ്ട് അവിടുത്തെ ജനജീവിതം, അല്ലേ? തീർച്ചയായും, സ്വാഭാവികമായും ഇത്തരത്തിലൊരു ആന ഇറങ്ങുന്നു. അത് ജനവാസ കേന്ദ്രം, ജനനിബിഡമായ കേന്ദ്രം, ധാരാളം ആളുകൾ എത്തുന്ന ഒരു പ്രദേശം, അത് മാനന്തവാടി നഗരത്തിൻ്റെ ഒത്ത നടുക്ക്.
സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ച ആശങ്ക സ്വാഭാവികം തന്നെയാണ്. കാരണം ഇങ്ങനെയൊരു സംഭവം മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള സംഭവം ഈ നഗരകേന്ദ്രത്തിൽ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്, നഗരകേന്ദ്രത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആശങ്ക. ആ ആശങ്ക തന്നെയാണ് ഇവിടെ ഉള്ളത്. ആളുകൾ രാവിലെ ഇറങ്ങുമ്പോഴാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. എടവക പഞ്ചായത്തിൽ ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്ത ആദ്യം പുറത്തു വരുന്നത് ഇന്ന് രാവിലെയാണ്. ഇന്ന് രാവിലെ 5 മണിയോടുകൂടി ഈ ആനയെ കണ്ടു എന്നുള്ളതാണ്. ക്ഷീര കർഷകരാണ് ഈ ആനയെ കണ്ടു എന്നാണ് പറയുന്നത്. അത് പല ഭാഗങ്ങളിൽ ഈ ആനയെ കാണുന്നു. അതിനുശേഷം പക്ഷേ ആന സുഗമമായ രീതിയിൽ തന്നെ റോഡുകളിലൂടെയും തോട്ടങ്ങളിലൂടെയും എല്ലാം തന്നെ നടന്ന് പോകുന്ന ഒരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളെല്ലാം തന്നെ പിന്നീട് പുറത്തു വന്നു. ഇതിനുശേഷമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എടവക പഞ്ചായത്തിൻ്റെ പ്രദേശത്ത് എത്തിയത്. അതിനുശേഷം പടക്കം പൊട്ടിച്ചും മറ്റും ആനയെ തുരത്താനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടായി. പക്ഷേ ആന നേരെ മാനന്തവാടി പുഴ കടന്ന ശേഷം ആ പുഴ നീന്തി കയറി തൊട്ടടുത്തുള്ള ഈ കോടതി സമുച്ചയത്തിലേക്ക്, അതായത് നഗരകേന്ദ്രത്തിലേക്ക് എത്തുകയായിരുന്നു. കോടതി സമുച്ചയത്തിൽ ഏതാണ്ട് 1 മണിക്കൂറോളം നിലയുറപ്പിച്ചു. അതിനുശേഷമാണ് അവിടെ നിന്നും പടക്കം പൊട്ടിച്ചും മറ്റും ആനയെ തുരത്താൻ വേണ്ടി തയ്യാറായത്. ആനയെ തുരത്തിയപ്പോൾ അത് എത്തിയത് ഈ കൊല്ലിയിലേക്കാണ്. ഈ കൊല്ലി എന്ന് പറയുന്നത് ഇത് അത്യാവശ്യം വിസ്തൃതിയുള്ള ഒരു വാഴത്തോട്ടവും മറ്റുമുള്ള ഒരു ചതുപ്പ് നിറഞ്ഞ നനഞ്ഞ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ആനയുള്ളത്. ആന എത്തി ഏതാണ്ട് ഒരു 1.5 മുതൽ 2 മണിക്കൂർ വരെ അത് നിന്നു. അതിനുശേഷം അത് കുറച്ച് ഓരത്തേക്ക് മാറി, മരങ്ങളെല്ലാം തന്നെ ഉള്ള ഒരു ഓരത്തേക്ക് മാറി. ആ ഓരത്തേക്ക് മാറി അവിടെ കിടന്ന ശേഷം ഇപ്പോൾ വീണ്ടും അല്പസമയം മുമ്പ്, ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുമ്പാണ് അത് എഴുന്നേറ്റ് പോകാനൊരു ശ്രമം നടത്തിയത്. അതിനുശേഷം അത് വീണ്ടും ആ കൊല്ലിയിൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുന്ന ആ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വാഴ തിന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഒരു തെങ്ങിൻ്റെ ഓല പറിച്ച് അത് തിന്നുന്നുണ്ട്. അത്തരത്തിലുള്ള ആ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ നിന്നും ഇതിനെ മാറ്റുക എന്നുള്ളത്, അതായത് ഓടിച്ചു മാറ്റുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ്. പ്രത്യേകിച്ച് ജനവാസമുള്ള ഒരു മേഖലയാണ് ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ. ശരി സുർജിത്ത്, തുടരുക. എന്തായാലും 7 മണിക്കൂർ പിന്നിടുന്നു ആന നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ട്. അതിപ്പോഴും നഗരത്തിൽ തുടരുകയാണ്. ചില പ്രേക്ഷകർ പറയുന്നുണ്ട് ആന നിൽക്കുന്നത് ഒരു ചതുപ്പ് പ്രദേശമാണ്, നഗരത്തിൻ്റെ ഭാഗം തന്നെയാണത്. അതൊരു താഴ്ന്ന സ്ഥലത്തായതുകൊണ്ടാണ് സമീപത്ത് കെട്ടിടങ്ങളൊന്നും കാണാത്തത് എന്ന് ചില പ്രേക്ഷകരും അറിയിക്കുന്നുണ്ട്. ശരിയാണ്, നഗരഹൃദയത്തിൽ നഗരഭാഗത്ത് തന്നെ തുടരുകയാണ്. എന്താണ് വനം വകുപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച ഒരു ധാരണ അവർക്കുണ്ട്. പക്ഷേ ജനവാസ മേഖലയിലാണ് തുടരുന്നത് കൊണ്ട് അത്തരം നടപടിക്രമങ്ങൾ ഈ ഘട്ടത്തിൽ പാലിക്കാൻ കഴിയുന്നില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അറിയിക്കുന്നത്. ഇതുവരെ കാര്യമായ നാശനഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. നഗരത്തിലെ കടകളൊക്കെ അടച്ചിട്ടുണ്ട്. വിദ്യാലയങ്ങളിലെത്തിയ കുട്ടികൾ സ്കൂളുകളിൽ തുടരണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ജാഗ്രത പാലിക്കണം എന്നതാണ് പൊതുവായ നിർദ്ദേശം.